Hello guys, Guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. ഈ സെഷനിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്പേഴ്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്. ജർമ്മൻ ഭാഷയിലെ ആദ്യത്തെ 12 നമ്പേഴ്സാണ് ബേസിക് ആയിട്ട് വരുന്നത്. അത് അറിയാമെങ്കിൽ അത് കഴിഞ്ഞു വരുന്ന നമ്പേഴ്സ് ഫോം ചെയ്യാൻ വളരെ എളുപ്പമാണ്. കഴിഞ്ഞ വീഡിയോയിൽ സെഷൻ 2 വീഡിയോയിൽ നമ്മൾ പഠിച്ച ആൽഫബറ്റ്സ്, അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കറക്ഷൻസോ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇമെയിൽ മീ ഓർ ഡ്രോപ്പ് എ കമൻറ്റ് ബിലോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ജർമ്മൻ ഭാഷയിൽ നമ്പേഴ്സിന് പറയുന്നത് ദി സാലൻ ഓർ ന്യൂമാൻ. ഓക്കെ, നമുക്ക് നമ്പേഴ്സിലേക്ക് കടക്കാം. നമ്പർ 0 null null. നമ്പർ 1 eins eins. നമ്പർ 2 zwei zwei. Number 3 drei drei. Number 4 vier vier. Number 5 fünf fünf. Number 6 sechs sechs. Number 7 sieben sieben. Number 8 acht act. Number 9 neun neun. Number 10 sein sein. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ നമ്പേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കുക. അടുത്തതായി നമ്മൾ 11 മുതൽ 20 വരെയുള്ള നമ്പേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്പർ 11 elf elf. Number 12 zwölf zwölf. ഇനി നമുക്ക് 13 മുതൽ 19 വരെയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. മലയാളത്തിൽ നമ്മൾ 13, 14, 15 എന്നാണ്, അതായത് 10ഉം അത് കഴിഞ്ഞ് വരുന്ന നമ്പരുമാണ് പറയുന്നത്. എന്നാൽ ജർമ്മനിൽ ആദ്യം 10 കഴിഞ്ഞുള്ള നമ്പരും അത് കഴിഞ്ഞാണ് 10 പറയുന്നത്. അതായത് 3 പറയുന്നത് ഡ്രൈ, 10 പറയുന്നത് സെയിൻ, 13 നമ്മൾ പറയുന്നത് ഡ്രൈ സെയിൻ ഡ്രൈ സെയിൻ. നമ്പർ 14 ഫിയർ സെയിൻ ഫിയർ സെയിൻ. നമ്പർ 15 ഫ്യൂൻ സെയിൻ ഫ്യൂൻ സെയിൻ. നമ്പർ 16 സേക് സെയിൻ സേക് സെയിൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ അവസാനത്തെ എസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സെയിൻ ചേർക്കുന്നത്. അടുത്തത് നമ്പർ 17. നമ്പർ 17ൽ 7 നമ്മൾ പറയുന്നത് സീബൻ. സീബനിലെ ലാസ്റ്റ് en കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സീപ് സെയിൻ സീപ് സെയിൻ എന്നാണ് 17 പറയുന്നത്. നമ്പർ 18 ആക്ട് സെയിൻ ആക്ട് സെയിൻ. നമ്പർ 19 നോയിൻ സെയിൻ നോയിൻ സെയിൻ. നമ്പർ 20 സ്വാൻസിഷ് സ്വാൻസിഷ്. ഇത് എല്ലാവരും ഒന്ന് ഉച്ചരിച്ച് നോക്കുക. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും 11, 12, 16, 17 എന്നീ നമ്പറുകളിലാണ് കുറച്ച് മാറ്റം വന്നിരിക്കുന്നത്. എങ്കിലും 3 മുതൽ 9 വരെയുള്ള നമ്പർ നമുക്കറിയാമെങ്കിൽ 13 മുതൽ 19 വരെയുള്ള നമ്പേഴ്സ് പറയാൻ നമുക്ക് എളുപ്പമാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ 20 to 30 ആണ്. നമ്പർ 13 മുതൽ 19 വരെ നമ്മൾ ഉപയോഗിച്ച ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇനി ബാക്കിയുള്ള നമ്പേഴ്സിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, 21 ഐനുണ്ട് സ്വാൻസിഷ് ഐനുണ്ട് സ്വാൻസിഷ്. 22 സ്വൈ ഉണ്ട് സ്വാൻസിഷ് സ്വൈ ഉണ്ട് സ്വാൻസിഷ്. 23 ഡ്രൈ ഉണ്ട് സ്വാൻസിഷ് ഡ്രൈ ഉണ്ട് സ്വാൻസിഷ്. 24 ഫിയർ ഉണ്ട് സ്വാൻസിഷ് ഫിയർ ഉണ്ട് സ്വാൻസിഷ്. 25 fünf und Swanzig fünf und Swanzig. 26 sechs und Swanzig sechs und Swanzig. 27 sieben und Swanzig sieben und Swanzig. 28 acht und Swanzig acht und Swanzig. 29 neun und Swanzig neun und Swanzig. 30 dreißig dreißig. നമ്പർ 1 നമ്മൾ പറയുന്നത് ഐൻസ് എന്നാണ്.
ഇതിൽ നമ്മൾ 21-ന് ഐൻസിൻ്റെ എസ് റിമൂവ് ചെയ്തിട്ട് ഐനുണ്ട് സ്വാൻസിഷ് എന്നാണ് പറയുന്നത്. നമ്പർ 16 ആൻഡ് 17-ൽ നമ്മൾ സേക്സിൻ്റെ എസ് റിമൂവ് ചെയ്തായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെയില്ല. 26 നമ്മൾ സേക്സ് ഉണ്ട് സ്വാൻസിഷ് എന്ന പൂർണ്ണ രൂപത്തിൽ തന്നെയാണ് പറയുന്നത്. 27 നമ്മൾ പറയുന്നത് സീബനുണ്ട് സ്വാൻസിഷ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 10. നമ്മൾ നേരത്തെ 10ഉം 20ഉം നോക്കിയായിരുന്നു. നമ്പർ 10 സെയിൻ, സെയിൻ. നമ്പർ 20 സ്വാൻസിഷ്, സ്വാൻസിഷ്. നമ്പർ 30 ഡ്രൈസിഷ്, ഡ്രൈസിഷ്. നമ്പർ 40 ഫിയർസിഷ്, ഫിയർസിഷ്. നമ്പർ 50 ഫ്യുൻസിഷ്, ഫ്യുൻസിഷ്. നമ്പർ 60 സേക്സിഷ്, സേക്സിഷ്. നമ്പർ 6-ൽ നമ്മൾ സേക്സിന് എസ് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സേക്സിഷ് 60 എന്ന് പറയുമ്പോൾ നമ്മൾ ആ എസ് റിമൂവ് ചെയ്തിട്ടാണ് സേക്സിഷ്. നമ്പർ 70 സീപ്സിഷ്, സീപ്സിഷ്. നമ്പർ 7-ലെ സീബൻ, സീബനിലെ EN റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ സീപ്സിഷ് എന്ന് പറയുന്നത്. നമ്പർ 80 അക്സിഷ്, അക്സിഷ്. നമ്പർ 90 നോയിൻസിഷ്, നോയിൻസിഷ്. 100 ഹൂണ്ടർട്ട്, ഹൂണ്ടർട്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജർമ്മൻ ഭാഷയിൽ നമ്പേഴ്സ് എങ്ങനെയാണെന്ന് പഠിക്കാനുള്ളതായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ലീവ് എ ലൈക്ക്. സി യു നെക്സ്റ്റ് ടൈം. ബൈ.